തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് എന്തും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ അതായത് 12-ാം തീയതി വൈകുന്നേരം എനിക്ക് മംഗലാപുരത്തുള്ള ഒരു ആൻറ്റി, നമ്മുടെ കർണാടകയിലെ മംഗലാപുരത്തുള്ള എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു ആൻറ്റി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഇത് ആ ആൻറ്റിയുടെയൊക്കെ ഇടവക പള്ളിയിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെയാണ് ഇന്നലത്തെ ദിവസം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ കത്തോലിക്ക സഭയിൽ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വേദപാഠമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 പേര് വീട്ടിലോട്ട് പോകാനായിട്ട് ഓട്ടോയിൽ വന്ന് ഇറങ്ങി നിൽക്കുന്നൊരവസ്ഥയാണിത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഓട്ടോയിൽ നിന്നിട്ട് ഇവർ നടന്നു പോകുമ്പോൾ ഒരു വണ്ടി പാഞ്ഞ് വന്ന നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ച് ഈ 4 പേർക്ക് നേരെ തെറിച്ചിങ്ങനെ വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തുള്ള ഏറ്റവും ഒരു അത്ഭുതം എന്താണെന്നറിയാമോ? സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. പക്ഷേ ഏറ്റവും ഒരു അത്ഭുതം എന്ന് പറയുന്നത് 4 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ഒരാൾക്ക് മാത്രം കുറച്ചൊന്ന് പരിക്ക് കൂടുതൽ പറ്റി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർമാർ പറഞ്ഞത് ഇന്നലെ സംഭവിച്ചതാണ്. ഇന്ന് ആ കൊച്ചിനെയും ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്ന് വിളിച്ച് നോക്കണം ഇനിയിപ്പോൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നമ്മളായിരുന്നു കഴിഞ്ഞാൽ ശത്രു നമ്മളെ കൊല്ലാനായിട്ട്, നമ്മുടെ ജീവൻ എടുക്കാനായിട്ട് അവൻ പല പരിപാടിയും പ്ലാൻ ചെയ്യും. അതിൻ്റെ അടയാളങ്ങളിലൊന്നാണ് ഇത്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ എളിമയോടെ താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ഒരു പദ്ധതിയും അവൻ ഉണ്ടാക്കുന്ന ഒരു കെണിയും നമ്മെ ബാധിക്കില്ല. അതാണ് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടത്. സങ്കീർത്തനം 91-നകത്ത് എങ്ങനെയാണ് പറയുന്നത്? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. സത്യമാണ്. കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലിരുന്നാൽ, ആ സർവശക്തനായ ദൈവത്തിൻ്റെ തണലിൻ്റെ കീഴിൽ നമ്മൾ പാർത്തു കഴിഞ്ഞാൽ ആ ദൈവമാണ് നമുക്ക് കോട്ട. ആ ദൈവമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. നമ്മൾ താങ്ങി നിർത്തുന്ന പാറ ആ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലായിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. ഇന്നലെ ദൈവകരുണയുടെ തിരുനാളിന് പള്ളിയിൽ പോയിട്ട് വന്നവർക്ക് നേരെ പിശാച് ഒരു വലിയ മരണത്തിൻ്റെ നിയമം കൊണ്ടുവന്നു. എന്നാൽ അവൻ അറിഞ്ഞില്ല ഇവർ ദൈവത്തിൻ്റെ തണലിൻ്റെ കീഴിലാണെന്ന്. അവർക്ക് നേരെ വന്ന ആ വലിയ അപകടത്തെ ദൈവം ഒന്നുമല്ലാതാക്കി മാറ്റി. ഇത് നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ്. കർത്താവിനോട് ചേർന്നിരുന്നാൽ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് എന്തും ചെയ്യും. ഈ ബോധ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കർത്താവിൻ്റെ കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.